ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് ഏൺ ചെയ്തിരുന്ന ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടായി. ഭർത്താവ് കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഭാര്യയാണ് വീട്ടിൽ കംപ്ലീറ്റ്ലി കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂവിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കുട്ടി ഉണ്ടാകുന്നതോടുകൂടെ അവരുടെ ചിലവിൽ വ്യത്യാസം വരുന്നുണ്ട്, സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യം മറ്റേ ആൾക്ക് അതൊരു അത്യാവശ്യ കാര്യമായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടുപേരും ഏൺ ചെയ്തിരുന്ന ഒരു ഫാമിലി ആയിരുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യലി അവർ പ്ലാൻഡായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഇൻകം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, ലോണ്, ഇതുപോലെയുള്ള പരിപാടികളൊക്കെ മാനേജ് ചെയ്യാനുണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഫാമിലിയിൽ ഏൺ ചെയ്യുന്നത്. ആ സമയത്ത് ഏൺ ചെയ്യുന്ന ആൾ കൂടുതൽ ഡോമിനൻ്റ് ആവുകയും അതുപോലെ അതർ സൈഡ് ഭാര്യ ഇൻസെക്യൂർ ആവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിത്തീരാൻ പാടില്ല. ഈ രീതിയിൽ ഫിനാൻഷ്യലി പ്ലാൻഡ് ആവുക, റെസ്പോൺസിബിലിറ്റീസ് ഷെയർഡ് ആവുക എന്നുള്ളത് റിലേഷൻഷിപ്പ് കുറേ കൂടെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്ട്സ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കൂടെ അത് ബാധിച്ചേക്കാം.